coming soon. കാണുന്നില്ലേ, അറിയുന്നില്ലേ കാലത്തിനടയാളങ്ങൾ, കേൾക്കുന്നില്ലേ, ഓർക്കുന്നില്ലേ കർത്താവിൻ പ്രവചനങ്ങൾ. വരികയായി രാജാധിരാജൻ, ഒരുങ്ങുവിൻ പ്രിയജനമേ, കൊയ്ത്തിനു കാലമായി, വിളവുകൾ പാകമായി, ആത്മാവിൻ അഭിഷേകത്താൽ ആത്മാക്കളെ കൊയ്തിടാം. പ്രാർത്ഥനയാലേ പരിത്യാഗത്താലേ സുവിശേഷ വേല ചെയ്യാം, ആത്മാക്കളെ നേടിടാം. പ്രേമാ പ്രേമാ കർത്താവ് സംസാരിക്കുന്നു. പ്രേമാ പ്രേമാ കർത്താവ് സംസാരിക്കുന്നു. ജനമേ, ദൈവജനമേ, ഹൃദയം തുറന്നു കേൾക്കുവിൻ. കർത്താവിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. റേമ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ നമ്മോട് കരുണ കാണിക്കുന്ന കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. 2001 മെയ് മാസം 25 പരിശുദ്ധ മറിയം മെജുഗുറിയ കുന്നുകളിൽ പ്രത്യക്ഷപ്പെട്ട് അമ്മ ഇപ്രകാരം ലോകത്തോട് പറയുകയാണ്: പ്രിയ കുഞ്ഞുങ്ങളെ, പ്രാർത്ഥനയ്ക്ക് സ്വയം തുറക്കുവാൻ ഇന്നും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. കുഞ്ഞുമക്കളെ, നിങ്ങൾ ജീവിക്കുന്നത് ദൈവം വലിയ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന കാലത്താണ്. പക്ഷേ അവയെ എങ്ങനെ നന്നായി ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. എല്ലാറ്റിനെയും കുറിച്ച് നിങ്ങൾ വ്യഗ്രചിത്തരാണ്. പക്ഷെ ആത്മാവിനെയും ആത്മീയ ജീവിതത്തെയും കുറിച്ച് കാര്യമായിട്ട് നിങ്ങൾക്ക് ഉത്കണ്ഠയില്ല. ആത്മാവിൻ്റെ അലസമായ നിദ്രയിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുവിൻ. സർവശക്തിയോടും കൂടെ ദൈവത്തോട് ആമേൻ പറയുവിൻ. മാനസാന്തരത്തിനും വിശുദ്ധിക്കുമായി നിശ്ചയിച്ചുറയ്ക്കുവിൻ. പരിശുദ്ധ അമ്മ പറഞ്ഞ ഈ വാക്കുകൾക്ക് ഈ നാളുകളിൽ വലിയ പ്രാധാന്യമുണ്ട്. ദൈവാനുഗ്രഹം ഒഴുകപ്പെടുന്ന കൃപയുടെ സമയമാണിത്. അമ്മ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ ഈ അനുഗ്രഹങ്ങൾ വേണ്ട വിധം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. എന്തുമാത്രം നന്മകളാണ്, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായ ഒരുപാട് കൃപകള് കർത്താവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് വർഷിക്കുന്നുണ്ട്. എന്നാൽ ഈ കൃപകൾ സ്വന്തമാക്കി എപ്രകാരം ജീവിക്കണമെന്ന് പലപ്പോഴും നമ്മൾ അറിവില്ലാത്തവരായി മാറുകയാണ്. വീണ്ടും അമ്മ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവിക ശബ്ദത്തോട് ആമേൻ പറയേണ്ട സമയമാണിത്. മാനസാന്തരത്തിനും വിശുദ്ധിക്കുമായുള്ള ഉറച്ച തീരുമാനം നമുക്കുണ്ടാകണം. പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ നമുക്കറിയാം, സ്വർഗത്തിന്റെ വാക്കുകളാണ്, ത്രിയേക ദൈവത്തിന്റെ ആലോചനകളാണ്. പരിശുദ്ധ ത്രിത്വം നമ്മോട് സംസാരിക്കുകയാണ്. ഇത് മാനസാന്തരത്തിനും വിശുദ്ധീകരണത്തിനുമുള്ള സമയമാണ്. നമ്മുടെ ജീവിതങ്ങളെ അതിനായി കർത്താവിനെ പൂർണ്ണമായും സമർപ്പിക്കുക. പരിശുദ്ധ മറിയത്തിലൂടെ സ്വർഗം നൽകിയ ഈ ആലോചനകൾ സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.
അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. തെസ്സലോനി സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 5-ാം അധ്യായം 20-ാം വചനം, പ്രവചനങ്ങളെ നിന്ദിക്കരുത്. വിശുദ്ധ പൗലോസ് സഭയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, പ്രവചനങ്ങളെ നിന്ദിക്കരുത്. കാരണം പ്രവചനത്തിന്റെ ഉറവിടം ദൈവമായ കർത്താവാണ്. കർത്താവിൽ നിന്നാണ് പ്രവചനങ്ങൾ വരുന്നത്. നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവ് പ്രവചനത്തിന്റെ ആത്മാവാണ്. സ്പിരിറ്റ് ഓഫ് പ്രൊഫസിയാണ്. ദൈവത്തിന്റെ പ്രവാചകന്മാരിലൂടെ നമുക്ക് നൽകപ്പെടുന്ന ഓരോ ആലോചനയും പരിശുദ്ധാത്മാവിന്റെ സന്ദേശങ്ങളാണ്, പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണത്. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവം നമുക്ക് നൽകുന്ന വെളിപ്പെടുത്തലുകൾ, ദൈവം നമുക്ക് നൽകുന്ന ആലോചനകൾ ഏറ്റവും ആനന്ദത്തോടെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. പ്രവചനത്തിന്റെ ആത്മാവായി പരിശുദ്ധാത്മാവ് നമ്മളിലെല്ലാം നിറയുവാനായി നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, നമ്മളായിരിക്കുന്ന സമൂഹങ്ങളിൽ, നമ്മുടെ ദേശത്ത്, ലോകം മുഴുവനിലും പരിശുദ്ധാത്മാവിന്റെ അഗ്നി കത്തുവാൻ, പരിശുദ്ധാത്മാവേ പ്രവചനത്തിന്റെ ആത്മാവായി ജനലക്ഷങ്ങളിൽ നിറയണമേ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കൂടെ കൂടെ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന നമുക്ക് സ്നേഹത്തോടെ ഏറ്റുചൊല്ലി ആത്മാവിനെ വിളിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. എല്ലാവരും വിളിച്ച് പ്രാർത്ഥിച്ച് സ്നേഹത്തോടെ ആത്മാവിനെ വിളിച്ച്, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളുടെ സമൂഹത്തിലേക്ക് വരണമേ, ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് വരണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ, ഞങ്ങളുടെ കൂട്ടായ്മകളിലേക്ക് വരണമേ, ലോകം മുഴുവനിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ പ്രവചനത്തിന്റെ ആത്മാവായി പതിനായിരങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ പരസ്പരം കോർത്തു പിടിച്ച് പരിശുദ്ധാത്മ നിറവനായി, പരിശുദ്ധാത്മ സാന്നിധ്യത്തിനായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ മറിയത്തിലൂടെ ദൈവം നൽകിയ ആലോചന ഇത് മാനസാന്തരത്തിനും വിശുദ്ധീകരണത്തിനുമുള്ള സമയമാണ്. കാലത്തിന് പ്രത്യേകത മനസ്സിലാക്കി ആത്മീയമായി ഒരുങ്ങുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്നേഹത്തോടെ ആത്മാവിനെ വിളിച്ച്, പരിശുദ്ധാത്മാവേ വരണമേ, ഈ ശുശ്രൂഷകൾ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. ആത്മാവേ വരിക വരിക, ഞങ്ങൾ അഭിഷേകം ചെയ്യുക. ഫിൽ ഹോളി സ്പിരിറ്റ്. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരിക. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആയിരങ്ങളിൽ വന്ന് നിറയുക പരിശുദ്ധാത്മാവേ. വരിക പരിശുദ്ധാത്മാവേ. നമ്മൾ ഒരിക്കൽ കൂടെ എല്ലാവരും ഒരുമിച്ച് പാടുന്നു. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. ആത്മാവേ, ഓ സ്പിരിറ്റ്, anoint us, anoint us. ഞങ്ങളെ അഭിഷേകം ചെയ്യുക പരിശുദ്ധാത്മാവേ. ശക്തിയേകി നയിക്കണേ. പരിശുദ്ധാത്മാവേ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ വചനം നൽകണമേ. വചനം നൽകി നയിക്കണേ. വചനത്തിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവേ, തുറന്നു വരുന്ന സമയങ്ങളിൽ ഞങ്ങൾക്ക് ആവശ്യമായ ദൈവികാലോചനകൾ ലഭ്യമാകുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഏറ്റെടുക്കണമേ. അവിടുന്ന് എല്ലാം ക്രമപ്പെടുത്തണമേ.
ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനത്തെ സ്വീകരിക്കുവാനായി പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മോട് സംസാരിക്കുന്ന സമയമാണിത്. കർത്താവിൻ്റെ ശബ്ദം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും കൂട്ടായ്മകളിലെല്ലാം മുഴങ്ങുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ശരണപ്പെടാം. കഴിഞ്ഞ ആഴ്ചയിലെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തി. കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനമെന്ന വിശ്വാസ സത്യത്തിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച് അതിൽ 4 സാക്ഷ്യങ്ങൾ നമ്മൾ അല്പമായിട്ടൊന്ന് ചിന്തിച്ചു. ഒന്നാമതായി പ്രവാചകന്മാരുടെ സാക്ഷ്യം, രണ്ടാമതായി മാലാഖമാരുടെ സാക്ഷ്യം, മൂന്നാമതായി കർത്താവായ യേശുവിൻ്റെ സാക്ഷ്യം, നാലാമതായി തിരുസഭയുടെ സാക്ഷ്യം. യേശുവിൻ്റെ പ്രത്യാഗമനമെന്ന വിശ്വാസ സത്യത്തോടുള്ള ബന്ധത്തിൽ ഈ 4 സാക്ഷ്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതിലൊന്നാമത്തേത് പ്രവാചകന്മാരുടെ സാക്ഷ്യം. നമുക്കറിയാം, പ്രവചനങ്ങൾ ദൈവത്തിനാണ് വരുന്നത്. പ്രവചനങ്ങൾ ഉറവിടം ദൈവമായ കർത്താവാണ്. ഓരോ പ്രവചനവും എന്താണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്? ചരിത്രത്തിൽ ഇടപെടുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് ഓരോ പ്രവചനത്തിനും നമ്മോട് പറയാനുള്ളത്. നമ്മൾ പ്രവചനങ്ങളും പൂർത്തീകരണവും വേദപുസ്തകത്തിൽ നിന്ന് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നമ്മൾ ഈ തിരുവചന ഭാഗങ്ങൾ പഠിച്ച് ധ്യാനിക്കുമ്പോൾ ഒരു സത്യം നമുക്ക് ബോധ്യപ്പെടും. ഈ ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് മനുഷ്യരല്ല, ദൈവമായ കർത്താവാണ്. ചരിത്രത്തിൽ വാഴുന്നത് ദൈവമാണ്. ഹിസ്റ്ററി എന്ന് പറയുന്നത് ഹിസ്റ്റോറിയാണ്. ഇത് അവന്റെ കഥയാണ്. എത്ര മനോഹരമായിട്ടാണ് ചരിത്ര സംഭവങ്ങളിലൂടെ ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വിശുദ്ധ ബൈബിൾ ഇതൊരു പ്രവചന പുസ്തകമല്ല. എന്നാൽ നമ്മൾ കേട്ടതുപോലെ 25% പ്രവചന രൂപേണയാണ് ഈ വചനങ്ങളെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. വ്യക്തികളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, കുടുംബങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, ജനതകളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, രാജ്യങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, ചില സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, പ്രപഞ്ച ശക്തികളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, ഇങ്ങനെ അനേകം പ്രവചനങ്ങൾ വേദപുസ്തകം നമുക്ക് കാണാൻ കഴിയും. ഇതിൽ ഏറ്റവും അധികം പ്രവചനങ്ങൾ ആരെക്കുറിച്ചാണ്? നമ്മുടെ കർത്താവായ ഈശോയെ കുറിച്ച് തന്നെയാണ് ഏറ്റവും അധികം പ്രവചനങ്ങൾ ഉള്ളത്. രണ്ടാമതായി ജനതകളുള്ള ബന്ധത്തിൽ ഏറ്റവും അധികം പ്രവചനങ്ങൾ ഉള്ളത് ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിലാണ്. അപ്പൊ ദൈവത്തിന് വരുന്ന ഓരോ പ്രവചനവും അത് പാഴല്ല. ഇന്നല്ലെങ്കിൽ നാളെ ചരിത്രത്തിൽ അതെല്ലാം സംഭവിക്കുമെന്ന് എത്രയോ സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറഞ്ഞത്, പ്രവചനങ്ങളെ നിന്ദിക്കരുത്, ദൈവത്തിന്റെ പ്രവചനങ്ങളെ പരിഹസിക്കരുത്. അത് ദൈവമാണ് നിയന്ത്രിക്കുന്നത്. അത് ദൈവത്തിനാണ് വരുന്നത്, മനുഷ്യരിൽ നിന്നല്ല. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഹൃദയത്തുറവിയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മ പഠിപ്പിക്കുന്ന ഈ പ്രവചന സത്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാൻ നമ്മൾ കൂടുതൽ കൂടുതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുക. യെശയ്യാ പ്രവചനം 45-ാം അധ്യായം 21-ാം വചനത്തിൽ കർത്താവ് നമ്മോട് 2 കാര്യങ്ങൾ ചോദിക്കുകയാണ്. ആ വചനം സാധിക്കുന്നവരൊക്കെ ഇവിടെ വായിക്കുമ്പോൾ സ്ക്രീനിലോട്ട് നോക്കി എല്ലാവരും ഒരുമിച്ച് ആ തിരുവചന ഭാഗം വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ന്യായവാദം ഉന്നയിക്കുവിൻ, അവർ കൂടി ആലോചിക്കട്ടെ. പുരാതനമായ ഈ കാര്യങ്ങൾ പണ്ടു തന്നെ
നിങ്ങളോട് പറഞ്ഞത് ആരാണ്? കർത്താവായ ഞാൻ തന്നെയല്ലേ? ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഞാനല്ലാതെ നീതിമാനായ ദൈവവും രക്ഷകനുമായി മറ്റാരുമില്ല. ഈ വചനത്തിലൂടെ ദൈവം നമുക്ക് തരുന്ന ആലോചന എന്താണ്? വളരെ ശക്തമായ തിരുവാക്യമാണിത്. കർത്താവ് നമ്മോട് ചോദിക്കുക, പുരാതനമായ കാര്യങ്ങൾ ആദ്യം മുതൽ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയത് ആരാണ്? ലോക ചരിത്രത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങള് മനുഷ്യന് വെളിപ്പെടുത്തുവാൻ ചരിത്രത്തെ നിയന്ത്രിക്കുന്ന, ചരിത്രത്തിൽ വാഴുന്ന ദൈവത്തിനു മാത്രമേ സാധിക്കൂ. വേറെ ഒരു ശക്തിക്കും ഇത് സാധ്യമല്ല. കാരണം ദൈവം സർവജ്ഞാനിയാണ്. സർവജ്ഞാനിയായ ദൈവമാണ് ചരിത്ര സംഭവങ്ങളിൽ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവ് ചോദിക്കുക, ആരാ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നത്? ദൈവമായ ഞാൻ തന്നെയല്ലേ? നീതിമാനായി നിങ്ങൾക്ക് മറ്റൊരു കർത്താവില്ല, നിങ്ങൾക്ക് മറ്റൊരു രക്ഷകനില്ല. നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട തിരുവചനമാണിത്. ദൈവത്തിനാണ് പ്രവചനങ്ങൾ വരുന്നത്. ദൈവത്തിനു മാത്രമാണ് വരാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തതയോടെ, കൃത്യതയോടെ നമ്മെ അറിയിക്കുവാനായി കഴിയുന്നത്. ഈ വചനത്തെ കൂടുതൽ ഉറപ്പിക്കുന്ന മറ്റൊരു വചനമാണ് യെശയ്യാ പ്രവചനം 44 അധ്യായം 7 വചനം. നിങ്ങൾ എല്ലാവരും വചനം ശ്രദ്ധിക്കണം. നമുക്ക് ഒരുമിച്ച് ഈ തിരുവചനം വായിക്കാം. എനിക്ക് സമനായ ആരുണ്ട്? അവനത് പ്രഘോഷിക്കുകയും പ്രഖ്യാപിക്കുകയും തെളിയിക്കുകയും ചെയ്യട്ടെ. വരാനിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം മുതൽ അറിയിച്ചതാരെ? ഇനി എന്ത് സംഭവിക്കുമെന്ന് അവർ പറയട്ടെ. ഈ വചനത്തിലൂടെ 2 കാര്യങ്ങള് കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്. എനിക്ക് സമനായി ആരുണ്ട്? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കർത്താവിന് സമനായി ആരാ ഉള്ളത്? അവൻ മാത്രമേ ഉള്ളൂ. എൽ എലിയോൺ, മോസ്റ്റ് ഹൈ, ഉന്നതനായ ദൈവം, അത്യുന്നതനായ ദൈവം. നമ്മുടെ കർത്താവിനെ പോലെ മറ്റാരും തന്നെയില്ല. അവൻ മാത്രമേ ഉള്ളൂ. രണ്ടാമത് കർത്താവ് ചോദിക്കുകയാണ്, പുരാതന കാര്യങ്ങൾ ആദ്യം മുതൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയത് ആരാണ്? പലപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പരിശുദ്ധാത്മ നിറവോടെ തിരുവചന സത്യങ്ങൾ നമ്മൾ പഠിച്ച് ധ്യാനിക്കുമ്പോഴുണ്ടല്ലോ, ഈ വചനത്തിന്റെ വിശ്വാസ്യത കൂടുതൽ കൂടുതൽ നമുക്ക് ബോധ്യപ്പെടും. ഇത് അബ്രഹാമിന്റെ കഥ പറയുന്നൊരു പുസ്തകമല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ മുത്തശ്ശി കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഇതൊരു കഥാപുസ്തകമല്ല. ഇതുപോലെ അപ്ഡേറ്റ് ആയൊരു പുസ്തകം വേറെ ഇല്ല. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തിരുവചനങ്ങളിലുണ്ട്. അത്രയും അപ്ഡേറ്റ് ആണ് കർത്താവിന്റെ പുസ്തകം, ഈ വേദപുസ്തകം. ദൈവം ചോദിക്കുകയാണ്, ഈ സത്യങ്ങള് നിങ്ങൾക്ക് വെളിപ്പെടുത്തിയത് ആരാണ്? ഞാൻ തന്നെയല്ലേ? ദൈവവചനത്തിന്റെ സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വചനത്തിൽ ഹൃദയം ഉറപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. ഈ തിരുവചന സത്യങ്ങളിൽ ഹൃദയം ഉറപ്പിച്ച് നമ്മൾ കൂടുതൽ ഇന്ന് പ്രവചനങ്ങളും അതിന്റെ പൂർത്തീകരണങ്ങളും ദൈവവചനത്തിലൂടെ കാണുവാനായിട്ട് പോവുകയാണ്. അപ്പോസ്തലനായ പത്രോസ് സഭയെ പഠിപ്പിച്ചു. താൻ എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 20-21 വചനങ്ങൾ. ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എത്ര ഷാർപ്പായിട്ടാണ് വിശുദ്ധ പത്രോസ് ജനത്തോട് ഇത് പറയുന്നത്. ഓരോരുത്തർക്കും തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാനുള്ളതോ പ്രഘോഷിക്കാനുള്ളതല്ല കർത്താവിന്റെ സത്യവചനം. കാരണം ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ച വാക്കുകളാണ്. ഇപ്പൊ വേദപുസ്തകത്തിന് റൈറ്റർ ആരാ? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നത്. വചനത്തിലെ ഓരോ വാക്കും ദൈവനിവേശിതമാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ് ഇതിലുള്ള ഓരോ വചനവും.
ഇത് അത്രമാത്രം പവർഫുള്ളാണ്, നമുക്ക് ജീവൻ നൽകുന്നതാണ്, നമുക്ക് ശക്തി തരുന്നതാണ്, നമുക്ക് അഭിഷേകം തരുന്നതാണ്. ദൈവവചനത്തിന്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ വചനത്തിൽ ഹൃദയമുറപ്പിക്കാൻ ഈ നാളുകളിൽ എനിക്കും നിങ്ങൾക്കും കഴിയണം. നമ്മൾ ഇന്ന് ധ്യാനിക്കുവാനായി പ്രത്യേകമായി പോകുന്നത് ഇസ്രായേൽ ജനതയുള്ള ബന്ധത്തിൽ ദൈവം പറഞ്ഞ പ്രവചനങ്ങളും അതിൻ്റെ പൂർത്തീകരണങ്ങളുമാണ്. ഇസ്രായേൽ ഒരു അത്ഭുതമാണ്. ലോക ചരിത്രത്തിൽ ഇസ്രായേലിന്റെ ഹിസ്റ്ററി നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഇസ്രായേൽ ഒരു മഹാ അത്ഭുതമായിട്ട് നമുക്ക് തോന്നും. ഇസ്രായേൽ ജനതയ്ക്ക് സംഭവിച്ച ദുരിതങ്ങളുടെ 10-1 സംഭവിച്ച പല ജനതകളും ഇന്ന് ലോകത്തിൽ ഇല്ല, ചരിത്രത്തിലില്ല. എന്നാൽ ഇത്രമാത്രം ദുരിതങ്ങളും കഷ്ടതകളും പ്രതിസന്ധികളും പരാജയങ്ങളെല്ലാം ഉണ്ടായിട്ടും തല ഉയർത്തി ഇന്നും ഇസ്രായേൽ അഭിമാനത്തോടെ നിൽക്കുകയാണ്. കാരണം അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളുണ്ട്. ഈ ഇസ്രായേൽ ജനതയുള്ള ബന്ധത്തിൽ എന്താണ് ദൈവം നമ്മോട് പറയുന്നത്? നമുക്ക് കാണാൻ കഴിയുന്ന ഇസ്രായേൽ ജനതയെ രൂപം കൊള്ളുകയാണ്. രണ്ടാമത് ഇസ്രായേൽ രാഷ്ട്രം വിഭജിക്കപ്പെടുകയാണ്. ഇസ്രായേലിന്റെ വിഭജനം ഇതെല്ലാം കൃത്യമായ പ്രൊഫസിയാണ്. അതെല്ലാം അതുപോലെ തന്നെ നിറവേറപ്പെടുകയാണ്. വീണ്ടും ഇസ്രായേലിനെ ശത്രുക്കൾ ആക്രമിക്കുന്നു. ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോകുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ വചന ശുശ്രൂഷകൾ നമ്മൾ കണ്ടു. ജെറമയ പ്രവചനത്തിലൂടെയും യെശയ്യ പ്രവചനത്തിലൂടെയും വ്യക്തമായി ദൈവത്തിന്റെ പ്രവാചകന്മാർ പ്രവചിച്ചു. ഇസ്രായേൽ 70 വർഷം ബാബിലോൺ പ്രവാസത്തിലേക്ക് പോകും. അവിടെ അവർ വളരെ കഠിനമായ ക്ലേശത്തിലാകും. 70 വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും തിരിച്ചു വരും. ജെറമിയായും യെശയ്യായും ഒരുപോലെ ഇത് പ്രവചിച്ചു. പ്രവചനം നിറവേറി. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടതാണ്. വീണ്ടും നമുക്ക് എന്താ ഇസ്രായേൽ ജനതയുടെ ബന്ധത്തിൽ കാണാൻ കഴിയുന്നത്? അവരുടെ ചിതറിപ്പോക്കാണ്. ലോകത്തിന്റെ മിക്ക രാജ്യങ്ങളിലേക്കും ഇസ്രായേൽ ചിതറിക്കപ്പെട്ടു. വീണ്ടും നമ്മൾ കാണുകയാണ്, ചിതറിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തെ ദൈവം വീണ്ടും കൂട്ടിച്ചേർക്കുകയാണ്. അവരെ റിസ്റ്റോർ ചെയ്യുകയാണ്, പുനഃസ്ഥാപിക്കുകയാണ്. ഇതെല്ലാം കൃത്യമായി കർത്താവ് തൻ്റെ പ്രവാചകരിലൂടെ തൻ്റെ ജനത്തിനെ ബോധ്യപ്പെടുത്തി. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ പ്രവചനങ്ങൾ നമ്മൾ പഠിക്കുന്നത് വെറുതെ ചുമ്മാ സമയം കളയാനല്ല. ഈ പ്രവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ഓരോ വാക്കും എത്ര സത്യമാണ്, ദൈവത്തിൻ്റെ ഓരോ പ്രവൃത്തിയും എത്ര കൃത്യമാണെന്ന് കൂടുതൽ നമുക്ക് ബോധ്യമുണ്ടാകുവാനാണ്. ഇതിലൊന്നാമതായി നമ്മൾ ചിന്തിക്കുന്നത് ഇസ്രായേൽ എന്നുള്ള രാഷ്ട്രത്തിൻ്റെ വിഭജനത്തെക്കുറിച്ചാണ്. നമുക്ക് ശ്രദ്ധയോടെ ഇരിക്കാം. ചില വചനങ്ങൾ ഞാനിവിടെ വായിക്കും. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ഒരുമിച്ച് വേദപുസ്തകം കൈകളിലെടുത്തോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലുള്ള നിങ്ങളുടെ ബൈബിൾ നോക്കിയോ നമ്മൾ ഒരുമിച്ച് സാധിക്കുന്നവരൊക്കെ ഈ വചനം വായിക്കാനായിട്ട് തയ്യാറാകണം. രാജാവായ ദാവീദ് തൻ്റെ മകനായ സോളമന് കൊടുക്കുന്ന ഉപദേശമാണ്. അവിടെ ദാവീദ് തൻ്റെ മകനോട് പറയുകയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ വചനമാണ്. ആ വചനം നമുക്ക് ശ്രദ്ധിക്കാം. നിന്റെ ദൈവമായ കർത്താവിൻ്റെ ശാസനങ്ങൾ നിറവേറ്റുക, മോശയുടെ നിയമത്തിൽ എഴുതിയിട്ടുള്ളതുപോലെ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും സാക്ഷ്യങ്ങളും അനുസരിക്കുകയും ചെയ്യുക. നിന്റെ എല്ലാ പ്രവൃത്തികളും ഉദ്യമങ്ങളും വിജയമണിയും. എന്താണ് അപ്പനായ ദാവീദ് മകനായ സോളമന് കൊടുക്കുന്ന ഉപദേശം? എൻ്റെ മകനെ, നീ കർത്താവിൻ്റെ വചനത്തിൽ ഹൃദയമുറപ്പിക്കണം. കർത്താവിൻ്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോകരുത്. അവിടുത്തെ പ്രമാണങ്ങളും ചട്ടങ്ങളും നീ വില കൊടുത്ത് അനുസരിക്കണം. നീ ഇപ്രകാരം ദൈവവചനത്തെ അനുസരിച്ചു കഴിഞ്ഞാൽ നിന്റെ പ്രവർത്തനങ്ങളിലും നിന്റെ ഉദ്യമങ്ങളിലും നിനക്ക് വലിയ വിജയമുണ്ടാകുമെന്ന് ദാവീദ് മകനായ സോളമനെ ആശംസിക്കുകയാണ്.
വീണ്ടും നമുക്ക് കാണാൻ കഴിയും രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 14-ാം വചനം. ആ വചനം നമുക്ക് ഒരുമിച്ച് വായിക്കാം. നിന്റെ പിതാവായ ദാവീദിനെ പോലെ എൻ്റെ നിയമങ്ങളും കൽപ്പനകളും പാലിക്കുകയും എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും ചെയ്താൽ നിനക്ക് ഞാൻ ദീർഘായുസ്സു നൽകും. ദൈവമായ കർത്താവ് സ്വപ്നത്തിൽ സോളമനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്ന വചനഭാഗമാണിത്. നിന്റെ പിതാവായ ദാവീദിനെ പോലെ നീ എൻ്റെ വചനത്തെ അനുസരിച്ചാൽ, നീ എൻ്റെ വഴിയിൽ നടന്നാൽ, എൻ്റെ കൽപ്പനകൾ നീ പാലിച്ചാൽ, ഞാൻ നിനക്ക് ദീർഘായുസ്സു നൽകും. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വളർത്തും. തുടർന്നുള്ള വചനങ്ങൾ നിങ്ങൾ വായിക്കണം. ദൈവം കുറെ പ്രോമീസുകൾ കൊടുക്കുകയാണ് സോളമന്. എന്നാൽ എന്ത് സംഭവിച്ചു പ്രിയപ്പെട്ടവരെ? വീണ്ടും രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലോട്ട് വരിക. 9-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. നീയോ നിന്റെ മക്കളോ എന്നെ ഉപേക്ഷിച്ച് എൻ്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതെ അന്യദേവന്മാരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ ഞാൻ നൽകിയിരിക്കുന്ന ദേശത്തു നിന്ന് ഇസ്രായേലിൽ ഞാൻ വിച്ഛേദിക്കും. എനിക്ക് വേണ്ടി ഞാൻ വിശുദ്ധീകരിച്ച ഈ ആലയം എൻ്റെ മുൻപിൽ നിന്ന് ഞാൻ നീക്കിക്കളയും. ഇസ്രായേൽ സകല ജനതകളുടെയും ഇടയിൽ പരിഹാസപാത്രവും പഴമൊഴിയുമായി പരിണമിക്കും. ഈ വചനത്തിലൂടെ കർത്താവ് ശക്തമായ താക്കീത് കൊടുക്കുകയാണ്. എൻ്റെ വചനത്തോട് നീ അനുസരണക്കേട് കാണിച്ചാൽ, എൻ്റെ വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞു മാറിയാൽ, നീ എൻ്റെ ചട്ടങ്ങളെ ആദരിക്കാതിരുന്നാൽ ഇസ്രായേലിന് വലിയ നാശം സംഭവിക്കും. ഈ ദേവാലയം തന്നെ തകർക്കപ്പെട്ടു പോകും. മറ്റുള്ളവർക്ക് ഇസ്രായേൽ ഒരു പരിഹാസപാത്രമായിട്ട് മാറും. ദൈവം കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തു. ഞാൻ ആത്മാവിൽ പറയട്ടെ, നമുക്ക് വേണ്ട മുന്നറിയിപ്പുകൾ കൃത്യമായി കർത്താവ് നൽകാതെ, അത് വ്യക്തികൾക്കാണെങ്കിലും കുടുംബങ്ങൾക്കാണെങ്കിലും ലോകത്തിനാണെങ്കിലും, ദൈവം പല പ്രാവശ്യം മുന്നറിയിപ്പുകൾ കൊടുത്തു കഴിഞ്ഞിട്ടും അതനുസരിക്കുവാനും തിരുത്തുവാനും തയ്യാറാകാതെ വന്നാൽ മാത്രമാണ് ദൈവത്തിൻ്റെ ചില ന്യായവിധിയുടെ പ്രവർത്തികൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവം ആരെയും തകർക്കുന്നില്ല. നമ്മുടെ നാശം ഒരിക്കലും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവം മുന്നറിയിപ്പ് കൊടുത്തു. നീ വചനങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ, നീ എൻ്റെ പ്രമാണങ്ങൾ ആദരിച്ചില്ലെങ്കിൽ, എൻ്റെ വഴി വിട്ട് നീ മുന്നോട്ട് പോയാൽ വലിയ നാശമായിരിക്കും സോളമ നിനക്കും ഇസ്രായേൽ ജനത്തിനും സംഭവിക്കാൻ പോകുന്നത്. നാളുകൾ കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ, സോളമന്റെ പ്രശസ്തി വർദ്ധിച്ചു. അവൻ ഒരുപാട് വളർന്നു വലുതായി. അവന്റെ ഹൃദയം കർത്താവിൽ നിന്ന് അകലുകയാണ്. ദൈവവചനത്തോട് വലിയ അനുസരണക്കേട് സോളമൻ കാണിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാമത്തെ അധ്യായം, ഹൃദയ നൊമ്പരത്തോടുകൂടെ മാത്രമേ നമുക്ക് ഈ തിരുവചനങ്ങൾ വായിക്കാൻ പറ്റത്തുള്ളൂ. ഇത്രമാത്രം ദൈവത്താൽ അനുഗ്രഹീതനായ സോളമൻ, ഇത്രമാത്രം ദൈവിക ജ്ഞാനം കൊണ്ട് നിറഞ്ഞ സോളമൻ, എത്രയോ നന്മകൾ ദൈവം സോളമന് കൊടുത്തു. എന്നാൽ ഇതെല്ലാം ചില നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ ഭോഗേച്ഛകൾക്ക് വേണ്ടി സോളമൻ തട്ടിത്തെറിപ്പിക്കുകയാണ്. സോളമൻ എന്താ സംഭവിച്ചത്? രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാം അധ്യായം 4-5 വചനങ്ങൾ, ഈ വചനങ്ങൾ ശ്രദ്ധാപൂർവ്വം നമുക്ക് ഒരുമിച്ച് വായിക്കാം. സോളമന് വാർദ്ധക്യമായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് തിരിച്ചു. പിതാവായ ദാവീദ് ദൈവമായ കർത്താവിനോട് വിശ്വസ്തനായിരുന്നതുപോലെ അവൻ അവിടുത്തോട് പരിപൂർണ വിശ്വസ്തത പാലിച്ചില്ല. സോളമൻ സീദോന്യരുടെ ദേവിയായ അസ്തേർത്തിയെയും അമോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മിൽക്കോമിനെയും ആരാധിച്ചു. അങ്ങനെ അവൻ കർത്താവിന്റെ മുൻപിൽ അനിഷ്ടം പ്രവർത്തിച്ചു. ഈ വചനങ്ങൾ എന്താ നമ്മോട് പറയുന്നത്? സോളമന്റെ ഹൃദയം കർത്താവിൽ നിന്ന് ഒത്തിരി അകന്നു പോവുകയാണ്. അവൻ വിഗ്രഹ ശക്തികൾ ആരാധിച്ച് അന്യദേവന്മാർക്ക് അവൻ ബലിയർപ്പിക്കുകയാണ്. സോളമന്റെ പ്രവൃത്തി
കർത്താവിന് ഒരുപാട് വേദനിപ്പിച്ചു. അത് അവിടത്തേക്ക് അനിഷ്ടമായി. ഇതിലൂടെ എന്താ സംഭവിച്ചത്? രാജ്യം വിഭജിക്കപ്പെടുകയാണ്, വലിയ തകർച്ച വരികയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വചനങ്ങൾ ഇത് വളരെ പ്രാധാന്യമുള്ള വചനങ്ങളാണ്. ഇതൊരു പ്രൊഫസിയായിരുന്നു. സോളമനെ നോക്കി കർത്താവ് തന്റെ പ്രവാചകനിലൂടെ അറിയിച്ചു, സോളമ, ഇതുപോലെ ഈ രാജ്യം ഇനി അധികം മുന്നോട്ട് പോവുകയില്ല. ഞാൻ നൽകിയ മുന്നറിയിപ്പുകൾ നീ അവഗണിച്ചു, ഞാൻ നൽകിയ ആലോചനകൾ നീ തിരസ്കരിച്ചു. ആയതിനാൽ വലിയ തകർച്ച വരാൻ പോവാണ്. എന്താണ് ദൈവം അരുളി ചെയ്തത്? നിന്റെ മനസ്സിങ്ങനെ തിരിയുകയും എൻ്റെ ഉടമ്പടിയും ഞാൻ നൽകിയ കൽപ്പനകളും പാലിക്കാതിരിക്കുകയും ചെയ്തതിനാൽ ഞാൻ രാജ്യം നിന്നിൽ നിന്ന് പറിച്ചെടുത്ത് നിന്റെ ദാസന് നൽകും. എന്നാൽ നിന്റെ പിതാവായ ദാവീദിനെ ഓർത്ത് നിന്റെ ജീവിതകാലത്ത് ഇത് ഞാൻ ചെയ്യുകയില്ല. നിന്റെ മകന്റെ കരങ്ങളിൽ നിന്ന് അത് ഞാൻ വേർപ്പെടുത്തും. രാജ്യം മുഴുവനും എടുത്തു കളയുകയില്ല. എൻ്റെ ദാസനായ ദാവീദിനെയും ഞാൻ തെരഞ്ഞെടുത്ത ജെറുസലേമിനെയും ഓർത്ത് നിന്റെ പുത്രന് ഒരു ഗോത്രം നൽകും. കർത്താവ് വളരെ ശക്തമായ ഭാഷയിൽ സോളമനോട് ഇടപെടുകയാണ്. നിന്റെ രാജ്യം ഞാൻ പറിച്ചെടുത്ത് നിന്റെ ദാസന് നൽകും. ഇന്ന് ലോകത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും കുടുംബങ്ങളിലാണെങ്കിലും നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ ആണെങ്കിലും പല തകർച്ചകളും പല നഷ്ടങ്ങളും പല വിധത്തിലുള്ള പ്രതിസന്ധികളും സംഭവിക്കുന്നതിന് കാരണം നമ്മൾ എവിടെയൊക്കെ വെച്ച് കർത്താവിൻ്റെ വചനത്തോട് അനുസരണക്കേടുള്ളവരായി നമ്മുടെ ചില നൈമിഷികമായ നേട്ടങ്ങൾക്കും സുഖങ്ങൾക്കും വേണ്ടി നമ്മൾ ബോധപൂർവം കർത്താവിൻ്റെ വചനങ്ങളെ നമ്മൾ ചവിട്ടിക്കളയുകയാണ്. ദൈവം സോളമനോട് പറഞ്ഞു, സോളമാ, ഞാൻ ഈ രാജ്യം നിന്നിൽ നിന്ന് പറിച്ചെടുത്ത് നിന്റെ ദാസന് കൊടുക്കും. എന്നാൽ നിന്റെ അപ്പനായ ദാവീദിനെ ഓർത്ത് നിന്റെ കാലത്ത് ഞാൻ അത് ചെയ്യുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 12-ാം അധ്യായത്തിലോട്ട് വരണം. അതിന്റെ ഹെഡിങ് തന്നെ എന്താണെന്ന് അറിയോ? രാജ്യം വിഭജിക്കപ്പെടുന്നു, 2ആയി വിഭജിക്കപ്പെടുകയാണ്. ആ പ്രവചനം ചരിത്രത്തിൽ സംഭവിക്കുകയാണ്. സോളമന്റെ മരണത്തിന് ശേഷം അവന്റെ മകനായ റെഹോബാം, സോളമന്റെ ദാസനായിരുന്ന ജെറോബാം, 10 ഗോത്രങ്ങള് ജെറോബാമിന്റെ കൂടെയും ഒരേ ഒരു ഗോത്രം യൂദാ ഗോത്രം മാത്രം റെഹോബാമിന്റെ കൂടെ ഉണ്ടാവും. നിന്റെ പുത്രന് ഞാനൊരു ഗോത്രം കൊടുക്കും. ആ പ്രവചനവും ആക്ഷരികമായി നിറവേറപ്പെടുകയാണ്. കർത്താവിന്റെ വാക്കുകള് തമാശയല്ല. നമ്മളൊന്ന് ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, റെഹോബാമിന് ഒരു ഗോത്രമാണ് കിട്ടിയത്. എന്നാൽ ദാസനായ ജെറോബാമിന് 10 ഗോത്രങ്ങൾ കിട്ടുകയാണ്. രാഷ്ട്രം വിഭജിക്കപ്പെടുകയാണ്. ദൈവം തന്റെ പ്രവാചകനിലൂടെ അറിയിച്ച ഈ പ്രവചനം ലിറ്ററലി നിറവേറപ്പെട്ടത് ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്. രണ്ടാമതായി, ഇസ്രായേൽ ജനത്തുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ടൊരു പ്രവചനമാണ് ഇസ്രായേൽ ജനം ചിതറിക്കപ്പെടുമെന്നുള്ള പ്രവചനം. ഈ പ്രവചനം ലിറ്ററലി ചരിത്രത്തിൽ സംഭവിച്ചത് നമുക്ക് കാണാനായിട്ട് കഴിയും. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 64-ാം വചനത്തിലൂടെ തന്റെ പ്രവാചകനായ മോശയിലൂടെ ഈ ആലോചന തന്റെ ജനത്തെ കർത്താവ് അറിയിക്കുകയാണ്. ആ തിരുവചനം നമുക്ക് ശ്രദ്ധിക്കാം. ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സകല ജനതകളുടെയും ഇടയിൽ കർത്താവ് നിങ്ങളെ ചിതറിക്കും. അവിടെ നിങ്ങളോ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത ദേവന്മാരെ, കല്ലും മരവും കൊണ്ട് തീർത്ത ദേവന്മാരെ നിങ്ങൾ സേവിക്കും. ഈ പ്രവചനം നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് BC 1500-ലാണ് മോശ പ്രവാചകനിലൂടെ ഈ പ്രവചനം ഇസ്രായേൽ ജനത്തിന് നൽകപ്പെടുന്നത്. BC 1500. എന്നാൽ ഈ പ്രവചനം ലോക ചരിത്രത്തിൽ എന്നാണ് സംഭവിച്ചത്? AD 70 അതിൻ്റെ പൂർണ്ണമായ പൂർത്തീകരണം AD 135 കൂടെ സംഭവിക്കുകയാണ്.
യഹൂദനുള്ള ബന്ധത്തിൽ ദൈവം പറഞ്ഞു, ഭൂമിയുടെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ എല്ലാ ജനതകളുടെ ഇടയിലും നിങ്ങൾ ചിതറിക്കപ്പെടും. നിങ്ങൾക്ക് അവിടെ ആശ്വാസം കിട്ടുകയില്ല. നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ചില വിഗ്രഹ ശക്തികളെ നിങ്ങൾ സേവിക്കേണ്ടി വരും. ചരിത്രത്തിൽ എപ്പോഴാണ് ഈ പ്രവചനം നിറവേറപ്പെട്ടത്? AD 70 അന്ന് റോമൻ പട്ടാള നായകനായ ടൈറ്റസ് ജെറുസലേമിലേക്ക് സൈന്യത്തെ നയിക്കുകയാണ്. ജെറുസലേം പിടിച്ചെടുക്കുവാൻ വേണ്ടി AD 70 ചരിത്രം പറയുന്നത് ഏപ്രിൽ മാസത്തിലാണ്. 5 മാസം അവിടെ ഉപരോധം ഏർപ്പെടുത്തി. ഈ 5 മാസം കൊണ്ട് ജെറുസലേമിനെ പൂർണ്ണമായും ടൈറ്റസ് കീഴ്പ്പെടുത്തുകയാണ്. ദേവാലയം അഗ്നിക്കിരയാക്കി. AD 70 ചരിത്രം പറയുന്നു സെപ്റ്റംബർ 26 പരിപൂർണമായും ജെറുസലേം ദേവാലയം തകർക്കപ്പെടുകയാണ്. രംഗങ്ങളൊക്കെ നിങ്ങൾ സ്ക്രീനിലൂടെ നോക്കി കാണണം. ഘോരമായ പ്രതിഷേധമുണ്ടായി. ഈ വലിയ പ്രതിഷേധത്തിൽ അനേകമായിരങ്ങൾ മരണമടഞ്ഞു. കൂട്ടക്കൊലകൾ അവിടെ നടക്കുകയാണ്. പുരുഷന്മാരെല്ലാവരെയും കൊന്നെടുക്കുവാൻ ടൈറ്റസ് കൽപ്പന കൊടുത്തു. ആരെ ഈ ടൈറ്റസ്? റോമൻ സൈന്യാധിപനായിരുന്നു. ടൈറ്റസ് കൽപ്പന കൊടുത്തു. 10,000 പുരുഷന്മാർ വധിക്കപ്പെടുകയാണ്. ചരിത്രം പറയുന്നത് ഏകദേശം 13,50,000 പേരെ അവർ മരിച്ചു വീണു. വീണ്ടും 17 വയസ്സിന് താഴെയുള്ള ഏകദേശം 50,000 പരം യുവജനങ്ങളെ, കൗമാരപ്രായക്കാരെ അടിമകളായി ഈജിപ്തിലേക്ക് കൊണ്ടുപോവുകയാണ്, അടിമച്ചന്തകളിൽ വിൽക്കാനായിട്ട്. എന്നാൽ എന്താ സംഭവിച്ചെന്നറിഞ്ഞു? അവരടിമകളായി വിലയ്ക്ക് വാങ്ങാൻ അവിടെ ആളുകൾ ഉണ്ടായിരുന്നില്ല. അത്രമാത്രം അടിമച്ചന്തകള് ആളുകളെ കൊണ്ട് നിറഞ്ഞു. ഈ പ്രവചനവും 1500 വർഷങ്ങൾക്ക് മുൻപ്, ചരിത്രത്തിൽ ഇത് സംഭവിക്കണേക്കാൾ 1500 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ പ്രവാചകനായ മോശയിലൂടെ ദൈവം സംസാരിച്ചിരുന്നു. ആ പ്രവചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നിയമാവർത്തന പുസ്തകം 28 അധ്യായം 67 68 തിരുവചനങ്ങൾ. എല്ലാവരും ശ്രദ്ധാപൂർവം സ്ക്രീനിലോട്ട് നോക്കി ഈ വചനങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭയവും കണ്ണുകൾ കാണുന്ന കാഴ്ചകൾ നിമിത്തം പ്രഭാതത്തിൽ നീ പറയും, ദൈവമേ സന്ധ്യയായിരുന്നെങ്കിൽ. സന്ധ്യയിൽ നീ പറയും, ദൈവമേ പ്രഭാതമായിരുന്നെങ്കിൽ. കർത്താവ് നിന്നെ കപ്പൽ മാർഗം ഈജിപ്തിലേക്ക് തിരികെ കൊണ്ടുപോകും. ഇനി ഒരിക്കലും നീ കാണുകയില്ല എന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന വഴിയാണത്. അവിടെ നിങ്ങൾ ദാസന്മാരും ദാസികളുമായി നിങ്ങളുടെ ശത്രുക്കൾക്ക് അടിമവേല ചെയ്യാൻ നിങ്ങളെ തന്നെ വിൽക്കാൻ ആഗ്രഹിക്കും. എന്നാൽ ആരും നിങ്ങളെ വാങ്ങുകയില്ല. ഈ പ്രവചനം നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. BC 1500 മോശ പ്രവാചകനിലൂടെ ഈ പ്രൊഫസി തന്റെ ജനത്തിന് ദൈവം നൽകുന്നത്. പ്രവചനങ്ങൾ പാഴല്ല. ദൈവത്തിന് വരുന്ന ഓരോ പ്രവചനവും ഇന്നല്ലെങ്കിൽ നാളെ ചരിത്രത്തിൽ നിറവേറപ്പെടുമെന്നുള്ള സത്യമാണ് ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അടിമച്ചന്തയിൽ 10,000 അടിമകൾ നിൽക്കുകയാ. എന്നാൽ ഈ അടിമകളെ വാങ്ങുവാൻ ആളുകളില്ല. ഇത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാ. ഇത് തന്നെയല്ലേ പ്രവാചകനായ മോശയോട് ദൈവം പറഞ്ഞത്? അടിമകളായി നിങ്ങളെ തന്നെ വിൽക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കും, എന്നാൽ നിങ്ങളെ വാങ്ങുവാൻ അവിടെ ആളുകൾ ഉണ്ടാവുകയില്ല. ആക്ഷരികമായി ഈ പ്രവചനം ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ നിറവേറപ്പെടുകയാണ്. അഘോരമായ ആക്രമണത്തിലെ ലക്ഷക്കണക്കിന് യഹൂദരെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പ്രാണരക്ഷാർത്ഥം അവർ ഓടിപ്പോവുകയാണ്. കർത്താവിന്റെ വചനം പറയുന്നു, ഭൂമിയുടെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ നിങ്ങൾ ചിതറിക്കപ്പെടും. ഈ പ്രവചനവും സംഭവിക്കുകയാണ്. എന്നാൽ ഇത് പൂർണ്ണമായും നിറവേറപ്പെട്ടത് AD 135 ചരിത്രം അറിയുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയിരുന്നു ഹിസ്റ്ററി. അതുകൊണ്ട് ഈ ഹിസ്റ്ററി പഠിക്കാൻ എനിക്ക് ഇപ്പോഴും വലിയൊരു ഇൻട്രസ്റ്റ് ആണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ചരിത്ര സംഭവങ്ങൾ നിഷേധിക്കാൻ ആർക്കും പറ്റത്തില്ല. ഞാൻ അതുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പറഞ്ഞത്, ചരിത്രത്തിൽ വാഴുന്നത്
ഇവിടുത്തെ രാഷ്ട്രീയക്കാരല്ല, ദൈവമായ കർത്താവാണ്. ചരിത്രത്തെ നിയന്ത്രിക്കുന്നതും കർത്താവാണ്. കർത്താവിൻ്റെ കരങ്ങളാണ് ചരിത്രത്തിന് മുകളിലുള്ളത്. ഈ പ്രവചനം ചരിത്രത്തിൽ പൂർണ്ണമായും നിറവേറപ്പെടുന്നത് AD 135 ഈ കാലഘട്ടത്തിലെ റോമൻ സാമ്രാജ്യത്തെ ഭരിച്ചിരുന്ന ചക്രവർത്തി ഹാൻഡ്രിയൻ ചക്രവർത്തിയായിരുന്നു. ഈ സമയത്ത് ജെറുസലേമിൽ ഏകദേശം 5 ലക്ഷത്തോളം വരുന്ന യഹൂദന്മാരെ ബെൻ കോസിബ എന്ന് പറയുന്ന ഒരു യഹൂദ റബ്ബിയുടെ നേതൃത്വത്തിൽ തകർന്നു കിടന്നിരുന്ന ജെറുസലേം ദേവാലയം പുനർനിർമ്മിക്കുവാൻ ആരംഭിക്കുകയാണ്. അവർ വിപ്ലവത്തിന് തയ്യാറാവുകയാണ്. എന്നാൽ എന്ത് സംഭവിച്ചു? ഈ യഹൂദ വിപ്ലവം പൂർണ്ണമായും അടിച്ചമർത്തപ്പെടുകയും ബാക്കി അവശേഷിച്ചിരുന്ന യഹൂദന്മാർക്ക് അവിടെ നിൽക്കാൻ കഴിയാത്ത വിധം ഒരു കൽപ്പന വരികയാണ്. സകലരും ഈ ദേശം വിട്ട് പോകണം. ഒരു യഹൂദൻ പോലും ഈ ദേശത്തിന് നിൽക്കരുത്. വർഷത്തിൽ ഒരേ ഒരു പ്രാവശ്യം മാത്രമാണ് ഈ ദേശത്ത് യഹൂദനെ കാലുകുത്തുവാൻ അനുവാദമുള്ളൂ എന്നുള്ള ഒരു നിയമം പ്രാബല്യത്തിൽ വരികയാണ്. സകല യഹൂദന്മാരും ലോകത്തിലെ പല ദിക്കുകളിലേക്കും ചിതറിപ്പോകേണ്ട ഒരു അവസ്ഥ വരികയാണ്. പ്രവചനം ശ്രദ്ധിച്ചത് നിങ്ങൾ? എന്താണ് മോശ പ്രവാചകൻ പറഞ്ഞത്? ലോകത്തിന്റെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ യഹൂദ, നിങ്ങൾ എല്ലാ ജനതകളുടെ ഇടയിലും ചിതറിക്കപ്പെടും. എത്ര സത്യമാണ് ദൈവത്തിന്റെ വാക്കുകൾ! നമ്മുടെ കൊച്ചു കേരളത്തിലോട്ട് വാ. ഈ പ്രവചനത്തിന്റെ ഭാഗമായി യഹൂദർ നമ്മുടെ കൊച്ചു കേരളത്തിലും വന്നു. മട്ടാഞ്ചേരിയിലെ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് ടൂറ് പോവും, എക്സ്കർഷനൊക്കെ പോകുമ്പോൾ കാണുന്നൊരു മെയിൻ സ്ഥലമാണ് കൊച്ചി മട്ടാഞ്ചേരിയിലുള്ള യഹൂദ സിനഗോഗ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആ സിനഗോഗ് ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞു. യഹൂദൻ കേരളത്തിന്റെ മണ്ണിലും വന്നു. മാള എന്നുള്ള സ്ഥലത്തിന് ആ പേര് കിട്ടിയത് എങ്ങനെയാ? യഹൂദന്റെ സിമിത്തേരിയുള്ള ബന്ധത്തിലാണ്. അവിടെ യഹൂദ വലിയ ശവപ്പറമ്പുണ്ട്. ഈ സിമിട്രിയുള്ള ബന്ധത്തിലാ ആ ദേശത്തിന് മാള എന്ന് തന്നെ പേര് ലഭിച്ചത്. മുംബൈയിലെ ഒരു വലിയ യഹൂദ സ്ട്രീറ്റ് ഉണ്ട്. നമ്മൾ ഇസ്രായേൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എന്താ കാണാൻ കഴിയുന്നത്? മലയാളം സംസാരിക്കുന്ന യഹൂദന്മാരെ ഇസ്രായേലിൽ കാണാൻ പറ്റും. ലോകത്തിന്റെ അനേകം ദിക്കുകളിലേക്ക് യഹൂദൻ ചിതറിക്കപ്പെടുകയാണ്. പൂർണ്ണമായും ഈ പ്രവചനം ചരിത്രത്തിൽ AD 135 നിറവേറപ്പെടുകയാണ്. ഈ പ്രവചനത്തുള്ള ബന്ധത്തിൽ വീണ്ടും ഹോസിയ പ്രവചനം 3-ാം അധ്യായം 4-ാം വചനത്തിൽ കർത്താവ് വീണ്ടും സംസാരിക്കുകയാണ്. ആ തിരുവചനം നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാം. ഞാൻ നിനക്കും അങ്ങനെയായിരിക്കും. രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ ആരാധന സ്തംഭമോ എഫോദോ കുലദൈവങ്ങളോ ഇല്ലാതെ ഇസ്രായേൽ മക്കൾ ഏറെ കാലം കഴിയും. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചരിത്രത്തിൽ ഇത് സംഭവിക്കണേക്കാൾ ഏകദേശം 700 വർഷങ്ങൾക്ക് മുൻപ് ഹോസിയ പ്രവാചകനിലൂടെ വ്യക്തമായി ദൈവം സംസാരിച്ചു. ഇസ്രായേൽ ജനം ചരിത്രത്തിൽ ആരാധനയില്ലാതെ, ഏഫോദില്ലാതെ, പ്രിയപ്പെട്ടവരെ ഉറ്റവരെ നഷ്ടപ്പെട്ട് ഏറെ കാലം ഇസ്രായേൽ കഴിയേണ്ടി വരും. എത്ര വർഷമാണ് അവർക്ക് ഇപ്രകാരം കഴിയേണ്ടി വന്നത്? ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും. ഏകദേശം 1900 വർഷമാണ് സ്വന്തം ദേശവും രാജ്യവും വിട്ടെറിഞ്ഞ് ലോകത്തിലെ പല ദിക്കുകളിലും അവർക്ക് കഴിയേണ്ടി വന്നത്. സ്വന്തം എന്ന് അഭിമാനിക്കാൻ ഒരു രാജ്യം പോലും ഇല്ലാതെ തങ്ങളുടെ പിതാക്കന്മാർ നിദ്ര കൊള്ളുന്ന പുണ്യഭൂമി അവർക്ക് നഷ്ടപ്പെട്ട് 1900 വർഷം അവർ വിദേശികളെ പോലെ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും കഴിയേണ്ടി വന്നു. ഹോസിയ പ്രവചനത്തിൽ ദൈവം പറഞ്ഞ വാക്കുകൾ നമ്മൾ ആരും മറന്നു പോകരുത്. ഞാൻ വീണ്ടും ആത്മാവിൽ പറയട്ടെ, ദൈവത്തിന്റെ വചനം നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും 100% സത്യമാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ ചരിത്രത്തിൽ നിറവേറപ്പെടും. ജെറമ്യാ പ്രവചനം 1:12 പറയുന്നുണ്ട്, എന്റെ വചനം നിവൃത്തിയാക്കാൻ ഞാൻ അതിന്റെ പിറകിൽ വളരെ ജാഗ്രതയോടെ കർത്താവ് നോക്കിയിരിക്കുകയാണ്. ഈ ഹോസിയ പ്രവചനവും എത്ര അർത്ഥവത്താണ് പ്രിയപ്പെട്ടവരെ. ഇസ്രായേൽ ജനത്തോടുള്ള മറ്റു പ്രവചനങ്ങളെല്ലാം
നമ്മൾ റേമ എന്ന ശുശ്രൂഷയിൽ കാലത്തിന് അടയാളങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഈ പ്രവചന സത്യങ്ങൾ വചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രവാചകന്മാരുടെ സാക്ഷ്യം, അതിൻ്റെ ആഴം കൂടുതൽ ബോധ്യപ്പെടുവാനാണ്. ദൈവത്തിന് പ്രവാചകന്മാർ പരിശുദ്ധാത്മാവിൽ പ്രവചിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ചരിത്രത്തിൽ സംഭവിക്കുമെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ടാകണം. ഈ ബോധ്യ ഹൃദയത്തിൽ ആഴപ്പെട്ടാലാണ് യേശുവിൻ്റെ പ്രത്യാഗമനത്തോടുള്ള ബന്ധത്തിൽ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഹൃദയമുറപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനാധാരമായി ആ സാക്ഷ്യത്തെ ശക്തിപ്പെടുത്തുവാൻ, കൂടുതൽ ഉറപ്പിക്കുവാനാണ് ഈ പ്രവചന ഭാഗങ്ങളെല്ലാം നമ്മൾ തിരുവെഴുത്തിൽ നിന്ന് ധ്യാനിക്കുന്നത്. അടുത്ത ആഴ്ചയിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ആ റിസ്റ്റോറേഷൻ, എപ്രകാരമാണ് ദൈവം അവരെ കൂട്ടിച്ചേർത്തത്. വീണ്ടും ചില സാമ്രാജ്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, ചില വ്യക്തികളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നമ്മൾ ധ്യാനിച്ച്, തുടർന്ന് നമ്മൾ ഏറ്റവും അധികം പ്രവചനങ്ങളുള്ള നമ്മുടെ കർത്താവായ ഈശോയെക്കുറിച്ച് തന്നെ, ഈശോയുടെ ജനനം, ഈശോയുടെ പരസ്യജീവിതം, ഈശോയുടെ പീഡാസഹനം, ഈശോയുടെ കുരിശുമരണം, ഈശോയുടെ ഉത്ഥാനം, സ്വർഗാരോഹണം, അവൻ്റെ വീണ്ടും വരവ്, ഇതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്രവാചകന്മാർ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അത് എപ്രകാരമാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്, നമ്മളതിനെക്കുറിച്ച് ധ്യാനിക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലിഖിതങ്ങൾ കൂടുതൽ കൂടുതൽ ഗ്രഹിക്കുവാനായി പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷകളിൽ കൂടുതൽ കൂടുതൽ പങ്കെടുക്കാം. നിങ്ങൾ റേമ ഈ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങൾ അനേകരോട് പറയണം. യൂട്യൂബ് വഴിയും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയും ടെലിവിഷനിലൂടെയെല്ലാം ഈ ശുശ്രൂഷ വാച്ച് ചെയ്യുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ദൈവവചനത്തെ സ്നേഹിക്കുവാനും ആത്മീയമായി ഒരുങ്ങുവാനും ഈ ശുശ്രൂഷ നമ്മളെ നിശ്ചയമായും സഹായിക്കും. നിങ്ങൾ അനേകരോട് ഈ ശുശ്രൂഷയെക്കുറിച്ച് പറയണം. നിങ്ങൾ ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വ്യക്തിപരമായി നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഷെക്കേന ടെലിവിഷന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഇനിയും ഏറെ ദൂരം നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹായങ്ങളെല്ലാം ഈ വലിയ മാധ്യമ ശുശ്രൂഷയ്ക്ക് ഈശോയുടെ നാമത്തിൽ ഞാൻ ഒരിക്കൽ കൂടെ ചോദിക്കുകയാണ്. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവിനെ സ്നേഹത്തോടെ നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, സമർപ്പിത സമൂഹങ്ങളിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് പ്രവചനത്തിൻ്റെ ആത്മാവായി നമ്മളിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവ് കൃപയുടെ ആത്മാവായി നമ്മളിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ ആത്മാവായി നമ്മിൽ കത്തിപ്പടരട്ടെ. കരങ്ങൾ ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രകാരം 3 പ്രാവശ്യം വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. പരിശുദ്ധാത്മാവേ, വചനത്തിന്റെ ആത്മാവായി 10,000-ങ്ങളിൽ കത്തിപ്പടരണമേ. അനേകമായിരങ്ങൾക്ക് വചനാഭിഷേകം നൽകണമേ, വചനാഭിഷേകം നൽകണമേ. വചനത്തോട് സ്നേഹം കൊടുക്കണമേ, വചനം വായിക്കുവാനുള്ള ദാഹം കൊടുക്കണമേ, വചനത്തെ ധ്യാനിക്കുവാനുള്ള തീഷ്ണത കൊടുക്കണമേ. പരിശുദ്ധാത്മാവേ, വചന കൃപ കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി നമ്മൾ ഒരു 3 പ്രാവശ്യം ഉച്ചത്തിൽ സ്നേഹത്തോടെ വിളിച്ചേ. പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. വചനത്തിന്റെ ആത്മാവായി, പ്രവചനത്തിന്റെ ആത്മാവായി, ശക്തിയുടെ ആത്മാവായി 10,000-ങ്ങളിൽ വന്നു നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദിമ സഭയിൽ പ്രവർത്തിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ പരിശുദ്ധാത്മാവേ ശക്തിയോടെ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കരമടിച്ച് വലിയ ആനന്ദത്തോടെ നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ.
പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ. ആത്മാവിനെ സ്നേഹിച്ച് കരമടിച്ച് നമ്മൾ ഒരുമിച്ച് പാടുന്നു. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ കൂട്ടായ്മകളിലും പരിശുദ്ധാത്മാവിന്റെ തീമഴ പെയ്തിറങ്ങട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. വരിക പരിശുദ്ധാത്മാവേ, ബലപ്പെടുത്തുക പരിശുദ്ധാത്മാവേ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. എത്ര പേര് ഇത് ആഗ്രഹിക്കുന്നുണ്ട്? എങ്കിൽ അഭിഷേകത്തിന്റെ ഉച്ചത്തിൽ പാടി പ്രാർത്ഥിച്ചേ. മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ഹോളി സ്പിരിറ്റ് വരിക പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിന്റെ ജീവിതങ്ങളാൽ ഞങ്ങൾ മാറ്റപ്പെടട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആമേൻ ആമേൻ. ആത്മാവിൻ തീനാളങ്ങൾ ഗ്ലോറി ഗ്ലോറി മഴയായി പെയ്യട്ടെ. കാറ്റായി വീശട്ടെ. കാറ്റായി വീശട്ടെ. നദിയായി ഒഴുകട്ടെ. നദിയായി ഒഴുകട്ടെ. ആത്മാവേ തീയായി കത്തട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിത്യസഹായകരേ, വചനത്തിന്റെ ആത്മാവേ, പ്രാർത്ഥനയുടെ ആത്മാവേ, പ്രവചനത്തിന്റെ ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. വചന ബോധ്യങ്ങൾ, വചനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ ഹൃദയ കണ്ണുകളെ തുറക്കണമേ. ആത്മനയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. കരമുയർത്തുച്ചത്തിൽ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ വരിക പരിശുദ്ധാത്മാവേ. ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ. വചന അഭിഷേകം ആയിരങ്ങൾക്ക് കൊടുക്കണമേ. വചനത്തെ സ്നേഹിക്കുവാൻ, വചനത്തെ ധ്യാനിക്കുവാൻ, വചനത്തെ വിട്ടുപിരിയാത്ത ഒരു ആത്മബന്ധത്തിലേക്ക് അനേകായിരങ്ങളെ പരിശുദ്ധാത്മാവെ നയിക്കണമേ. വചനത്തിനെതിരായിട്ടുള്ള തെറ്റായ ബോധ്യങ്ങള് പരിശുദ്ധാത്മാവെ പിഴുതു കളയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രവചനത്തിന്റെ ആത്മാവായി ജനലക്ഷങ്ങളിൽ കത്തിപ്പടരണമേ. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരിക. റേമ ഈ ശുശ്രൂഷയെ 10,000ങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ. കർത്താവേ, ശുശ്രൂഷ വഴി അനേകമായിരങ്ങൾ അവിടുന്ന് അനുഗ്രഹിക്കണമേ. വചനത്തോട് വലിയ സ്നേഹവും ദാഹവും കൊടുക്കണമേ. പ്രവചന സത്യങ്ങൾ ഉൾക്കൊള്ളുവാൻ അനേകം ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവെ തുറന്നു കൊടുക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കർത്താവിൻ്റെ ആത്മാവ് നൽകിയ ഈ ബോധ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. പ്രവചനങ്ങളെ നിന്ദിക്കരുത്. പ്രവചനം ദൈവത്തിനാണ് വരുന്നത്. പരിശുദ്ധാത്മാവ് പ്രവചനത്തിൻ്റെ ആത്മാവാണ്. തിരുവെഴുത്തിലുള്ള പ്രവചന സത്യങ്ങൾ കൂടുതൽ തിരിച്ചറിയുവാനും ഈ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കുവാനും നമുക്ക് അതിയായി ആഗ്രഹിക്കാം. സാധിക്കുന്നവർ ഈ ദിവസങ്ങളിലൊക്കെ കൂടുതൽ വചനം വായിക്കണം. നിങ്ങൾ വചനം ഇങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് പല പ്രാവശ്യവും വചനം ഭക്ഷിച്ച് ആത്മാവിൽ ശക്തിയുള്ളവരാകാൻ, കൃപയുള്ളവരാകാൻ, വചനത്തിൻ്റെ കൂടുതൽ ബോധ്യങ്ങൾ തിരിച്ചറിയുന്നവരാകാൻ നമുക്ക് ആഗ്രഹിക്കാം. ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും വ്യക്തിപരമായി എനിക്ക് വേണ്ടിയും കൂടെ പ്രവർത്തിക്കുന്ന എൻ്റെ സഹശുശ്രൂഷകർക്ക് വേണ്ടിയും നിങ്ങളേവരും പ്രാർത്ഥിക്കണം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.